നമുക്ക് സമോസ ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. നമുക്ക് നോക്കയിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ആ 2 കപ്പ് മൈദപ്പൊടി എടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കണം. അത് നമ്മൾ സമോസയ്ക്ക് നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ എണ്ണ ചേർക്കുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് മൈദപ്പൊടിക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കണം. ഓയിൽ നമ്മൾ അധികം ചേർത്തിട്ട് നമ്മൾ മാവ് കുഴച്ചെടുക്കരുത്. അങ്ങനെ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമോസ ഭയങ്കര സോഫ്റ്റായി പോവുകയും ചെയ്യും, ഭയങ്കര ഓയിലി ആവുകയും ചെയ്യും. പിന്നെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും വേണം. ഇനി നമുക്ക് സമോസയിലേക്ക് ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത്. പിന്നെ ചുവന്നുള്ളി സ്ലൈസ് ചെയ്തെടുത്തത്. സവോള ഉണ്ടെങ്കിൽ സവോള എടുക്കുക, അല്ലെങ്കിൽ ചുവന്നുള്ളി എടുക്കുക. ചുവന്നുള്ളി ആയിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. ഞാനിവിടെ 3 വലിയ ചുവന്നുള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. അത് നന്നായിട്ട് ചതച്ചിട്ട് ഇങ്ങനെ അല്ലിയായിട്ട് വിടർത്തിയിടണം. പിന്നെ വേപ്പിൻ്റെ ഇല, പിന്നെ പച്ചമുളക്. ഇതിലേക്ക് നമ്മൾ വേറെ ഉണക്കമുളകൊന്നും ചേർക്കണില്ല. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കണം. പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ഞാനിവിടെ എല്ലാവരും ടീസ്പൂണിലാണ് ഞാൻ മെഷർമെൻറ്റ് എടുത്തേക്കുന്നത്. ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഞാൻ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് കുറച്ച് ചേർത്തിട്ട് പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരുമിച്ച് അതിലേക്ക് നമ്മൾ ചേർക്കരുത്. നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പരന്നിട്ടൊരു പാത്രം എടുക്കാം. ഈ പാത്രത്തിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർക്കാം. ഉപ്പ് ചേർക്കാം. ഓയിൽ ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഓയിൽ മൈദയിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് മിക്സ് ആയിട്ട് നമ്മൾ ഒഴിച്ച എണ്ണയ്ക്ക് ഈ പൊടിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ആ വെള്ളം ചേർക്കുമ്പോൾ നമ്മുടെ ടാപ്പിൽ വരുന്ന വെള്ളം നന്നായിട്ട് തണുത്ത വെള്ളമാണെങ്കിൽ വെള്ളം പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കാം. അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് തണുത്ത വെള്ളം നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ എണ്ണയും വെള്ളവും പൊടി എല്ലാം കൂടിയിട്ട് കിടന്ന് കട്ട പിടിക്കും. നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെള്ളം ശരിയായിട്ടില്ല, കുറച്ചുകൂടി വെള്ളം ചേർക്കാം. അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ആ മാവ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സമോസയ്ക്ക് അത്രയ്ക്ക് ടേസ്റ്റ് വരും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നനഞ്ഞിട്ടുള്ളൊരു ടിഷ്യൂ പേപ്പർ ഇടുക, അല്ലെങ്കിൽ നനഞ്ഞിട്ടുള്ളൊരു ക്ലോത്ത് ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് സമോസയിലേക്കുള്ള ഫില്ലിങ്ങിനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും ഇഞ്ചിയും വേപ്പിൻ്റെ ഇലയും പച്ചമുളക് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റാം. ചുവന്നുള്ളിക്ക് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ട് നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. നമ്മൾ മല്ലിപ്പൊടി ഈ എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. ഇനി നമുക്ക് നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഈ എണ്ണ ആദ്യം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ സവോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കാം. പുഴുങ്ങി വെച്ചേക്കണം പൊട്ടറ്റോ ചേർക്കാം. പൊട്ടറ്റോ ചേർക്കുമ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം.
ഇനി നമ്മുടെ മസാല ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില വേണമെങ്കിൽ മല്ലിയില ചേർക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ചേർക്കാം. നമുക്ക് ആദ്യം കുറച്ച് ചേർക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെയും ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇത് ഫ്രോസൺ ക്രീം പീസ് ആയതുകൊണ്ട് ക്രീം പീസ് ഓൾറെഡി വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് വേറെ വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. സമോസയുടെ മാവും റെഡി ആയിട്ടുണ്ട്. ഈ സമോസയുടെ മാവ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് നല്ല ജീരകം കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഒരു ചെറിയ ബോളാക്കാം. എന്നിട്ട് നമുക്ക് ചപ്പാത്തിക്ക് പരത്തിയെടുക്കണ പോലെ പരത്തിയെടുക്കുക. ഞാൻ ഈ കിച്ചൺ ടോപ്പ് ഇട്ടിട്ട് പരത്തിയെടുക്കണം. നമുക്ക് ഈ മാവ് നമുക്ക് പതുക്കൊന്ന് എണ്ണയിൽ നമുക്കൊന്ന് മുക്കാം. ഇപ്പം മാവിൻ്റെ എല്ലായിടത്തും എണ്ണ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കുക. അത് പരത്തിയെടുക്കുമ്പോൾ നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ നന്നായിട്ട് ബലം കൊടുത്തിട്ട് പരത്തിയെടുക്കരുത്. നമ്മുടെ മാവ് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇത് 2 പീസാക്കാം നമുക്ക്. ഇതിനകത്ത് നിന്ന് ഒരു പീസ് നമുക്ക് എടുക്കാം. ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത സ്ഥലം ഉണ്ടല്ലോ, അവിടെ നമുക്കിത് ഫോൾഡ് ചെയ്യണം. എങ്ങനെ ഫോൾഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മറ്റേ സൈഡ് എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും. അതിൻ്റെ ഈ സൈഡൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് സീൽ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ഈ സമോസയുടെ ഉള്ളിലേക്ക് കയറും. നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതേപോലെ ഒരു കോണായിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വയ്ക്കാം. ഫില്ലിങ് ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എല്ലാ സൈഡിലും കുറച്ച് വെള്ളം തേച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ സമോസ നന്നായിട്ട് സ്റ്റിക്ക് ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുള്ളൂ. ഇതിൻ്റെ ഇവിടെ ഈ പൊന്തി നിൽക്കണുണ്ടല്ലോ, ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പതുക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്യാം. നമുക്ക് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ കൂട്ടായി. ഈ പാട്ട് ഉള്ളിലേക്ക് പോകരുത്. ഇത് രണ്ടും സെയിം ആയിട്ട് ഇങ്ങനെ ഒരേ ലെവലിൽ നിൽക്കണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇവിടെ നമുക്കൊന്ന് പതുക്കൊന്ന് പ്രസ് ചെയ്യാം. നമ്മുടെ സമോസ എല്ലായിടത്തും നന്നായിട്ട് സീലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുക. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സമോസ ഇട്ടിട്ട് വറുത്തെടുക്കുക. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വേവുള്ളൂ. അപ്പോൾ സമോസ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിടാം. നമ്മുടെ സമോസ രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്കിതെടുത്ത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ സമോസ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്.